എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു EV ആണ്, ഇലക്ട്രിക് സ്കൂട്ടറാണ്. അപ്പം നമുക്ക് ഇന്ത്യയിൽ നിലവിൽ കുറേ അധികം EVs വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു EV ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാൽ നിലവിൽ ഇപ്പോൾ ഇന്ത്യയിൽ TVS നമുക്ക് ഒരു കിടിലൻ EV തന്നിട്ടുണ്ട്. ഓർബിറ്റർ എന്നാണ് അതിൻ്റെ പേര്, TVSന്റെ സ്വന്തം ഓർബിറ്റർ. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇലക്ട്രിക് വണ്ടി ഇന്ത്യയിൽ ഇപ്പം നിലവിൽ ഒരുപാട് കമ്പനീസ് പല വെറൈറ്റി ഡിസൈൻസിൽ ഇറക്കുന്നുണ്ടെങ്കിലും നമുക്ക് മെയിൻ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ സർവീസിങ്, ആഫ്റ്റർ സെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് സർവീസാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പല കസ്റ്റമറും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭയങ്കര സക്സസ് ആയ പല കമ്പനികളുടെ വണ്ടിയും ഒരുപാട് പേര് എടുത്തിട്ട് പണി കിട്ടിയ സാഹചര്യങ്ങളൊക്കെ നിലവിൽ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അപ്പം ഇത് TVSൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ TVS ഓൾറെഡി ഇന്ത്യയിൽ വളരെ കാലമായിട്ട് ടൂ വീലർ ഇൻഡസ്ട്രിയിൽ ഉള്ളൊരു കമ്പനിയാണ് TVSൻ്റെ. അപ്പോൾ അവർ ഒരു ഇലക്ട്രിക് വണ്ടി ഇറക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഇലക്ട്രിക് വണ്ടിയായിട്ട് ഈ ഒരു ഓർബിറ്റർ മാറുകയാണ്. അത് പറയാൻ കാരണം പല കമ്പനികളിലും വണ്ടി ഇറക്കിയതല്ലാതെ അതിന് പ്രോപ്പറായിട്ടുള്ള സർവീസിങ്ങോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. വണ്ടിയുടെ എന്തൊരു സ്പെയർ പാർട്സ് പോയി കഴിഞ്ഞാൽ മാസങ്ങളോളം അല്ലെ വർഷങ്ങളോളം ഷോറൂമിൽ ഇരുന്ന് പോകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അത് അവർക്ക് മെയിനായിട്ട് പലയിടത്തും ഷോറൂം ഇല്ലാത്തതുകൊണ്ടൊരു അവസ്ഥയാണ്. അപ്പം TVSനായിരുന്നൊക്കെ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ എല്ലായിടത്തും അവർക്ക് ഷോറൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ അവരുടെ സർവീസും ഉണ്ട്. ഈ ഒരു ഓർബിറ്റർ എന്തിനാണ് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞ കാരണം ഓൾറെഡി ഇതൊരു ഫാമിലി വെഹിക്കിളായിട്ടാണ് TVS പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ അടിപൊളിയാണ് കാണാൻ. ഒരു ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ക്യൂട്ടായിട്ടൊരു ഡിസൈനാണ് TVS ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഒരു ബോക്സി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ TVSൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള വണ്ടികൾ ഇപ്പോൾ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു എഞ്ചിനീയറിംഗ് മികവ് എടുത്ത് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇപ്പോൾ ഇറങ്ങിയ ഈ 2025 ഇറങ്ങിയിരിക്കുന്ന എല്ലാ വണ്ടികളും അത് കാണാനൊക്കെ ടോപ്പായിട്ടുള്ള വണ്ടിയാണ്, നല്ല രസമുള്ള വണ്ടിയാണ്. കാരണം അവർ ഈ കൊണ്ടിരുന്നിരിക്കുന്ന ചെറിയ എലമെൻറ്റ് വെച്ചിട്ടാണ് ഇത് കുറച്ചുകൂടെ അട്രാക്ഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. കാരണം ഈ ഒരു DRL കണ്ടില്ലേ, ഈ DRL കണ്ടില്ലേ എന്ത് ബ്യൂട്ടിഫുൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു DRL ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഈ ഒരു സെറ്റപ്പ് നമ്മൾ നേരത്തെ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടില്ലേ, അതെന്ത് മനോഹരമായിട്ടാണ് TVS ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ആ ഒരു അത് നമുക്ക് നേരത്തെ ജൂപ്പിറ്ററിൽ ഈ സെയിം സെറ്റപ്പിനാണ് കണ്ടത്. ഒരു ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു DRL അവർ കൊടുത്ത് ഇതുപോലെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്ത് ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി തന്നെ ഇതിലും അവർ ആ ഒരു ഡിസൈൻ ഈ ഒരു ഇതിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഒരു ബെസർ സൗണ്ട് ഇൻബിൽറ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് തന്നെ കണ്ട ഒരു ബോക്സി ഫീലാണ് മൊത്തത്തിൽ ഈ ഒരു വണ്ടിക്ക് TVS കൊടുത്തിരിക്കുന്നത്. ഓർബിറ്റർ എന്ന് എഴുതിയേക്കുന്ന ആ ഒരു പേര് കണ്ടില്ല, അത് സ്റ്റിക്കറിംഗ് ആണ് വരുന്നത്. എന്നാൽ താഴെയായിട്ട് നമുക്ക് TVSൻ്റെ ആ ലോഗോ നമുക്ക് സെറ്റപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും അതിന് മുകളിലായിട്ട് നമുക്ക് ഹാൻഡിലിൽ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് LED ആണ് വരുന്നത്. ഈ വണ്ടിക്ക് ഫുള്ളി LED ആണ് വരുന്നത്. അതായത് ഹെഡ്ലൈറ്റ് ആയാലും കാണുന്ന പോലെ അത് നല്ല ഷേപ്പിൽ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. കുഞ്ഞൊരു ഹെഡ്ലൈറ്റാണ്, രാത്രിയിലൊക്കെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ചെയ്യുന്ന ഒരു ഹെഡ്ലൈറ്റാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. LED ആയതുകൊണ്ട് തന്നെ ആ ഒരു DRL വിത്ത് LED ലൈറ്റ് വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ ലുക്ക് വേറെ തന്നെ ആയിട്ടുണ്ട്. ഇനിയും ആ ഒരു സെറ്റപ്പ് കഴിഞ്ഞ് നമ്മൾ താപ്പോട്ട് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ചെറിയ എലമെൻറ്റ്സ് കൊടുത്ത് ഈ വണ്ടി വളരെ മനോഹരമാക്കാൻ TVS ശ്രമിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കൊടുത്തിട്ടുണ്ട്. ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് അലോയ്സ് ഒക്കെ കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അലോയ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ. ആ ഒരു ബോക്സി ഫീൽ തന്നെ നിലനിർത്തിയാണ് ഈ അലോയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞ് ഫെൻഡർ നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ നമുക്ക് ഫൈബറാണ്, ഓൾ ബോഡി ഫൈബറാണ് വരുന്നത്, മെറ്റൽ വരുന്നില്ല. കണ്ടില്ല, അതിൻ്റെ അതിലും നമുക്ക് ഗ്രാഫിക്സും എലമെൻറ്റ്സും കാണാം. അതേപോലെ നമുക്ക് റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ ഈ പൈപ്പ് ചെറുതായിട്ട് മറിഞ്ഞിരിക്കുന്ന രീതിയിൽ കവറിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിന് ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല. ഡിസ്ക് ബ്രേക്കിന് പകരം നമുക്കിതിന് കോംബി ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. അതായത് ബാക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും ഓട്ടോമാറ്റിക് അപ്ലൈ ആകുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് കമ്പനി. 90, 80, 14 ഇതിൻ്റെ ഒരു ഫ്രണ്ട് വീല് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 14 ഇഞ്ച് അലോയ് വീലാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അത് വളരെ നൈസാണ്. കാരണം നല്ല കട്ടറൊക്കെ ഉള്ള റോഡൊക്കെ ഓടിക്കുവാണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് പാനൽസിൽ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ഗ്രാഫിക്സ് നമുക്കിങ്ങനെ ഫോളോ ചെയ്യുന്നത് കാണാം. അതേപോലെ TVSൻ്റെ ആയിട്ടുള്ള പല ബ്രാൻഡിങ്ങും നമുക്കിതിൻ്റെ പല ഭാഗത്തോട്ട് കാണാനും പറ്റും. കണ്ടില്ലേ, ഇതൊക്കെ വളരെ നൈസാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് വശം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അറിയാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ്. അതായത് നമുക്ക് കാലേ ഓടുന്നേരം കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്യാസ് കുറ്റി കയറിയിരിക്കുന്ന പോലെ തന്നെ അത്രയ്ക്ക് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് ആ ബോക്സി ഡിസൈൻ നമുക്ക് കാണാവുന്നതാണ്. അത് നൈസായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഒരാൾ കയറിയിരുന്നാലും അതിൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത് അടിപൊളിയാണ്. നേരെ ഇരിക്കുക, കാല് വെച്ചിരിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ റൈഡിങ് പൊസിഷനും കാര്യങ്ങളെല്ലാം TVS ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ
കണ്ടില്ലേ ബാറ്ററി ബേ എന്നുള്ള ആ ഒരു ഇത് ബാഡ്ജിങ്, അതായത് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ടിരിക്കുന്നതാണ്. അതിൻ്റെയാണ് ആ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ പല ഭാഗത്തായിട്ടും ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് ടി വി എസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലത് ബോഡി ആയാലും എല്ലാം ആ ഒരു ഗ്രാഫിക്സിൻ്റെ എലമെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എല്ലാം ഫൈബർ തന്നെയാണ് വരുന്നത്. അതിൽ ക്വാളിറ്റി ഉള്ള ഫൈബറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻബിൽറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് ഒക്കെ കണ്ടില്ലേ ഈ രീതിയിൽ ഇതിൽ ഫോൾഡ് ചെയ്ത് വെച്ചേക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇത് മെറ്റലിൻ്റെ ആണ്, അത് നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലും കണ്ടില്ലേ അത്യാവശ്യം നല്ല ഫൈബർ കൊണ്ട് കവർ ചെയ്തിട്ട് ഇത് ഒരു ഡ്യുവൽ ടോൺ കളറാണ് നമുക്ക് വണ്ടിയെല്ലാം വരുന്നത്. ഇത് ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ്. അതായത് ഓർബിറ്റർ എന്നുള്ള ആ ഒരു ബ്രാൻഡിങ്ങും ഈ ഒരു സൈഡിൽ നൈസായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ എലമെൻറ്റ് പലയിടത്തും ഇങ്ങനെ ഒരു ഗ്രേ എലമെൻറ്റൊക്കെ നൈസായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ബാക്കിൻ്റെ ഡിസൈനും ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ബാക്കിലെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഹബ് മോട്ടറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ ഡ്യുവൽ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്യുവൽ ഷോക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ബാക്കിലത്തെ ടൈലൈറ്റിൻ്റെ ആ ഒരു ഭംഗിയോടെ നമുക്ക് കാണിക്കാം. ഈ പറഞ്ഞ പോലെ കണ്ടില്ലേ ഈ കൊടുത്തിരിക്കുന്ന പോലെ ആ ഒരു ഇൻഫിനിറ്റി ആയിട്ടുള്ള ആ ഒരു ടൈലൈറ്റും കൊടുത്തിരിക്കുന്നു. ടൈലൈറ്റിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നു. അതൊക്കെ നൈസാണ്. പിന്നെ നമുക്ക് ഒരു മഡ് ഫ്ലാപ്പ് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു. കണ്ടില്ലേ അതിലാണ് നമുക്ക് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനിടയിൽ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചെളിയൊന്നും ബാക്കിലോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മഡ് ഫ്ലാപ്പും കൊടുത്തിരിക്കുന്നു. ബാക്കിലോട്ട് നമുക്ക് റിഫ്ലക്ടർ കാണാം. ബാക്കിൽ ഹബ് മോട്ടറാണ്. അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ നല്ല വൃത്തിക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്ന പോലെ എല്ലാം വളരെ നീറ്റ് ആൻഡ് ഫിനിഷിലാണ് ഈ ഒരു വണ്ടി ടി വി എസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ ടി വി എസ് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അതൊക്കെ വളരെ നൈസായിട്ട് തന്നെയാണ് അവർ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. വണ്ടിക്ക് ടി വി എസ് കൊടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട് കാണാനുള്ളത് ആ ഒരു ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന വണ്ടിയാണ്. അതാകുമ്പോൾ ഡ്യുവൽ ടോൺ കളർ ആയതുകൊണ്ട് സൂപ്പറാണ് കാണാൻ. ടി വി എസിൻ്റെ നമുക്ക് ജൂപ്പിറ്റർ മോഡലിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഒരു ഫുൾ ഡിക്കി, അതായത് ഒരു 34 ലിറ്ററാണ് ഇതിൻ്റെ സീറ്റിന് എൻ്റെ സ്റ്റോറേജ് വരുന്നത്. അത് ജസ്റ്റ് ഓപ്പൺ ആയി കാണിക്കാം. അപ്പോൾ അതെല്ലാം നമുക്ക് കീയെ തന്നെയാണ് ഓപ്പൺ ആക്കുന്നത്. ജസ്റ്റ് ലെഫ്റ്റിലോട്ട് തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന പോലെ കണ്ടല്ലേ ഇതിൽ ഒരു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ കംപ്ലീറ്റ്ലി ഇതിൽ സ്റ്റോർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ടി വി എസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ജൂപ്പിറ്റർ 125ലും 110ലും നമ്മൾ ഇത്രയും സ്പേസ് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് ഇതിൽ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഹെൽമെറ്റൊക്കെ വെക്കുന്ന സമയത്ത് ഉള്ള ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിലൊരു ഡിസൈൻ കാണിക്കുന്നുണ്ടല്ലോ, ഇത് ഗ്ലോബൽ നമ്മുടെ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല സ്റ്റൈലായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ രീതിയിൽ അതൊക്കെ കൊടുത്ത് നൈസായിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു ലോങ് സീറ്റ്. ഇതൊരു ഫാമിലി വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ ഒരു ഫാമിലി ആകുമ്പോൾ ഒരു 3 മെമ്പേഴ്സ്, അതായത് കുട്ടികളടക്കം 3-4 പേരാണെങ്കിൽ നമുക്ക് 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ സീറ്റിൻ്റെ ഒരു നീളം കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ല ക്യുഷൻ എന്നൊക്കെ പറഞ്ഞാൽ കിടിലമായിട്ടുള്ള ക്യുഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിലും നമുക്ക് ഡിസൈൻ്റെ എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. കണ്ടല്ലേ ഒരു ഗ്രിപ്പി ഫീല്, പിന്നെ ഓർബിറ്ററിൻ്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ കൊടുത്തിരിക്കുന്നു. അതെല്ലാം വളരെ നൈസാണ്. പിന്നെ നമുക്ക് ബാക്കായിട്ട് ഒരു ക്യാരിയർ കൊടുത്തിരിക്കുന്നു. സ്പ്ലിറ്റായിട്ട് വരുന്ന ക്യാരിയറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നടുക്കായിട്ട് ടി വി എസിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. അത് ഈ വണ്ടിയുടെ കളറിനോട് ബോഡി കളറിനോട് ചേരുന്ന രീതിയിൽ ആണ് ഇതിൻ്റെ ഒരു ക്യാരിയറിൻ്റെ കളറും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് നോക്കിയിട്ട് ഈ രീതിയിൽ ഹുക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് വണ്ടിയുടെ ചാർജർ കണ്ടല്ലേ, ചാർജർ കണക്ട് ചെയ്യാനുള്ള ആ ഒരു പൊസിഷൻ നമുക്ക് ഫ്രണ്ടിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഇഗ്നിഷനിൽ നമുക്ക് ഓണാക്കാനും സീറ്റ് തുറക്കാനുള്ള സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് മൊബൈലിൻ്റെ ചാർജർ, അത് USB A ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലേ നോർമലായിട്ടുള്ള USB ആണ്, C കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇത്ര അഡ്വാൻറ്റേജ് ആയിട്ട് വണ്ടി ഇറക്കിയ സമയത്ത് അവർക്ക് USB-C പോർട്ടിൽ കൊടുത്തായിരുന്നെങ്കിൽ വളരെ നൈസായിരുന്നു. ഇനി നല്ല ഡിസ്പ്ലേ ആണ്. ഇതിൽ നമുക്ക് സൈഡ് സ്റ്റാൻഡ് വാണിംഗ് കാര്യങ്ങളൊക്കെ കാണാം, ലോഗോ കാണാം. എല്ലാ വാണിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടൈം, അതുപോലെ വണ്ടി ഓടിയ കിലോമീറ്റർ, എത്ര ചാർജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാനായിട്ട് 2 സ്വിച്ചും, മോഡ് സെലക്ട് എന്നുള്ള സ്വിച്ചുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വിത്ത് നാവിഗേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഒരു മൊബൈൽ കണക്ഷൻ, ടി വി എസിൻ്റെ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കണക്ട് ചെയ്താൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ കോളിൻ്റെ നോട്ടിഫിക്കേഷന്, മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ, അങ്ങനെ നാവിഗേഷൻ, അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സ്മാർട്ട് എക്സ് കണക്ട് ഉള്ള രീതിയിൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലും അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു മീറ്ററാണ് നമുക്ക് ടി വി എസ് ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്വിച്ചസ് നോക്കിയാൽ ഡിമ്മും ബ്രൈറ്റും പാസ് ലൈറ്റും ഉണ്ട്. ഇത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ്. ഒരു ലോങ് ഡ്രൈവൊക്കെ പോവുകയാണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ നമ്മൾ എത്ര സ്പീഡിലാണോ പോകുന്നത് അത് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിൽ തന്നെ കണ്ടിന്യൂസ് റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്
കണ്ടേ ഹോണൊക്കെ ഡീസൻ്റ് ആയിട്ട് ഹോണാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ നമുക്ക് ഇതിന് 2 റൈഡിംഗ് മോഡാണ് വരുന്നത്. അതിൽ വരുന്നത് നമുക്ക് സിറ്റിയും വരുന്നുണ്ട്, എക്കോയും വരുന്നുണ്ട്. അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൂഡ് എന്നുള്ള സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് റിവേഴ്സിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വണ്ടി നമുക്കിനി സ്റ്റാർട്ട് ആക്കണമെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് പിടിച്ച് ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആകുന്നതാണ്. സ്റ്റാൻഡ് മാറ്റി കഴിഞ്ഞാൽ. അപ്പം ഇനി നമുക്കിത് ബ്രേക്ക് പിടിക്കുക, കണ്ടില്ലേ വണ്ടി സ്റ്റാർട്ടായി. ഇനി നമുക്ക് മൂഡ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എക്കോ മൂഡിലാണ് കിടക്കുന്നത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റി മൂഡും വരും, എന്നല്ലേ ഈ രീതിയിൽ. എക്കോ മോഡിലാണ് നമുക്ക് മാക്സിമം ഈ വണ്ടിയുടെ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 152 കിലോമീറ്ററാണ് ഫുൾ ചാർജിൽ നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റുന്നത് എക്കോ മോഡിൽ ആണെങ്കിൽ. എന്നാൽ അതിന് ഒരു സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റിയെ കിട്ടി കഴിഞ്ഞാൽ 102 കിലോമീറ്ററാണ് ഫുൾ ചാർജിൽ പറയുന്നത്. അതിന് നമുക്ക് മാക്സിമം ഒരു 70 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ മാക്സിമം സ്പീഡിൽ നമുക്ക് ഈ വണ്ടിയിൽ കയറാൻ പറ്റുന്നതുമാണ്. പിന്നെ ആ രീതിയിൽ ഇതിൻ്റെ ഡിസൈൻ എലമെൻ്റ് എല്ലാം അങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇനിയും ഇതിനൊരു ഹിൽ ഹോൾഡ് അസിസ്റ്റൻ്റ് ഉണ്ട്. അതായത് നമുക്ക് നോർമലി ഒരു കയറ്റത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ വേറെ സ്വിച്ചസോ കാര്യങ്ങളോ ഒന്നും പ്രസ് ചെയ്യേണ്ട. ജസ്റ്റ് വണ്ടി ബ്രേക്ക് പിടിച്ച് ഒന്ന് നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഹിറ്റ് ലോക്ക് ആയിക്കോളും. പിന്നെ ബാക്കിലോട്ട് വണ്ടി പോകില്ല. അപ്പോൾ അത്രയുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹാൻഡിലിൻ്റെ ഇവിടെ ബാക്കിലെ ബ്രേക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. അത് പിടിച്ചു കഴിഞ്ഞാൽ അത് മാറും. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടുപോയാണ് ഒരു ചെറിയൊരു വൈസറിൻ്റെ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വിൻഡൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിൽ നമുക്ക് പല ഡിസൈനും കാണാവുന്നതാണ്. ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് TVS ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്കിതിൽ ആകെപ്പാടൊരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിൻ്റെ മിറേഴ്സാണ്. അതല്ലേ ആ ഒരു ബോക്സ് ടൈപ്പ് തന്നെ അവർ ഇതിൽ പിടിച്ചിട്ടുണ്ട് ആ ഒരു മിറേഴ്സിൽ. പക്ഷേ പേഴ്സണലി എനിക്ക് ആ ബോക്സ് ടൈപ്പ് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഫുള്ളിലുള്ള ഒരു ബോക്സ് ഡിസൈനിൽ അത് ചേരുന്നതുമാണ്. അത്യാവശ്യം വലിയൊരു മിററാണ്. ബാക്കിലുള്ള എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മിററും TVS സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ചാർജിങ് സമയം എന്ന് പറയുന്നത് 0 to 80% ചാർജ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം 4 മണിക്കൂറും 10 മിനിറ്റുമാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഫുൾ ചാർജ് ആകാൻ വേണ്ടി, അതായത് 0 to 100% ആകാൻ വേണ്ടി ഏകദേശം 6 അല്ലെ 7 മണിക്കൂർ സമയം എടുക്കുന്നുണ്ട്. മാക്സിമം ഒരു റൈഡിങ് റേഞ്ച് ഞാൻ പറഞ്ഞ പോലെ 158 കിലോമീറ്റർ വരെ നമുക്ക് ഓടിക്കാം എക്കോണമി, അതായത് എക്കോ മോഡാണെങ്കിൽ. അതേപോലെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 3.1 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് എത്തിയിരിക്കുന്നത്. അതേപോലെ ഇതിനൊരു മാക്സിമം വെയിറ്റ് 112 കിലോ ആണ് മാക്സിമം വെയിറ്റ് വന്നിരിക്കുന്നത്. ഇനിയും നമുക്കിതിൻ്റെ വാറണ്ടി നോക്കിക്കഴിഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്ററാണ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ, നോർമൽ വാറണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് എക്സ്റ്റൻഡ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വാറണ്ടി അപ്ഡേറ്റ് ചെയ്യാവുന്നതുമാണ്. ഇതിൻ്റെ ഒരു ചാർജിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 650 വാട്ട്സ് വരെയാണ് ഇതിൻ്റെ ചാർജറിൻ്റെ ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ചാർജ് ചെയ്താൻ പറ്റുന്ന രീതിയിലാണ് സെറ്റപ്പും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നെങ്കിൽ പോലും ബാറ്ററി നമുക്ക് റിമൂവബിൾ അല്ല, ഫിക്സ്ഡ് ആയിട്ടുള്ള ബാറ്ററിയാണ്. റിമൂവ് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റില്ല. സെപ്പറേറ്റ് ചാർജറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അത് വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ് TVS ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ മൊത്തത്തിലുള്ളൊരു പുതിയ മോഡലാണല്ലോ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്തും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 734 mm ആണ് TVS ഈ വണ്ടിക്ക് വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ലെങ്ത് കൊടുത്തിരിക്കുന്നത് 1850 mm ആണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സാഡിൽ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 763 mm കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ 169 mm ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മാക്സിമം ലോഡ് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത് 150 കിലോ വരെ നമുക്ക് കയറാൻ പറ്റും ഇതിനകത്തിൽ. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം TVSനകത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനൊരു സീറ്റ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് 760 mm ആണ്. അതുകൊണ്ട് തന്നെ സീറ്റ് നോർമലായിട്ടുള്ള ഒരു ഹൈറ്റ് ഉള്ള ഒരാൾക്കും വളരെ ഈസി ആയിട്ട് ഓടിച്ചടക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ത്യയിൽ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മുടെ ഈ ഒരു ഓർബിറ്റർ എന്ന് പറയുന്നത്. അപ്പം ഡിസൈൻ പരമായിട്ടാണെങ്കിലും സ്പെക്ക് പരമായിട്ടാണെങ്കിലും എല്ലാം ലോഡായിട്ടുള്ളൊരു വണ്ടിയാണ് ഓർബിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഡിസ്ക് ബ്രേക്ക് കൊടുക്കായിരുന്നു, USB C പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു. അപ്പോൾ USB ചാർജർ ഉണ്ട്, എന്നാലും C പോർട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ നൈസാക്കിയിട്ടുണ്ട് TVS ഈ ഒരു വണ്ടി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഇതിൻ്റെ പ്രൈസാണ്. ഏകദേശം 1,20,000 രൂപയ്ക്ക്, അതല്ലേ 1,21,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വണ്ടി ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്ന രീതിയിലാണ് TVS ഈ ഒരു വണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല റേഞ്ച് 158 എന്ന് പറയുന്നത് ഒട്ടും കുറവല്ല. എന്നാൽ നമുക്ക് 102, അതായത് സിറ്റി മോഡ് ഇട്ട് 102 കിലോമീറ്റർ എന്ന് പറഞ്ഞാലും ഒരു കുറവ് റേഞ്ച് അല്ല. അപ്പോൾ അത്രയും റേഞ്ച് നമുക്ക് ഓടിക്കാൻ പറ്റിയ ഒരു നല്ല ഡിസൈനുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വണ്ടിയാണ് നമ്മുടെ ഈ ഓർബിറ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വിലയ്ക്ക് 1,21,000 രൂപയ്ക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പുതിയ ഓർബിറ്റർ എന്ന് പറഞ്ഞോ? ഓക്കെ ഓക്കെ, നല്ല ലെങ്ത് ഉണ്ടല്ലോ, ഉണ്ടല്ലേ, നല്ല ഫുഡ് സ്പേസിംഗ് ഉള്ളതല്ല. ഇത് എത്ര ഉണ്ട് ഇതിന്റെ? ഇത് 290 ഉണ്ടല്ലേ.
പിന്നെ ഫുൾ സൈസ് വരുന്ന നോർമൽ ടി വി എത്ര 34 ലിറ്റർ ബൂട്ട് സ്പേസ് വരും. രണ്ട് ഹെൽമെറ്റും കാര്യങ്ങളും സുഖമായിട്ട് മൊത്തത്തിൽ മെച്ചങ്ങളാണ്. വണ്ടി പോവാം. അപ്പോൾ ഇന്ന് ഈ വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത് കോന്നിലെ ടി വി എസ് ആണ്, യുവ ടി വി എസ് ആണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡിസൈനുള്ള ഒരു അടിപൊളി ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മുടെ ഈ ഒരു ഓർബിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും, കാരണം ടി വി എസ് എന്ന ബ്രാൻഡ് ഇന്ത്യയിൽ വളരെ നാളോട്ടുണ്ട്. അപ്പോൾ അവർക്ക് സർവീസും കാര്യങ്ങളെല്ലാം സ്പെയർ ആയാലും സർവീസ് ആയാലും എല്ലാം നമുക്ക് ടി വി എസിൻ്റെ ഷോറൂമിൽ തന്നെ ഇത് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഈ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മളെ അടുത്തൊരു വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ സഹായിക്കുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.